ഞാൻ ചോദിക്കട്ടെ, ഞാൻ റൊട്ടി തിന്നിട്ടുണ്ട്. അണ്ണാ റൊട്ടി തിന്നിട്ടില്ലേ? അതിനെ പറ്റി ഒന്ന് പറയണ്ട. അണ്ണാ അത് സമ്മതിച്ചു. അണ്ണ റൊട്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ റൊട്ടി എന്ന് വിളിക്കില്ല. അണ്ണൻ റൊട്ടി കച്ചവടം അന്തസ്സായിട്ട് ചെയ്തിട്ടില്ലേ? അണ്ണ സൈക്കിളിൽ റൊട്ടി കെട്ടി വെച്ചോണ്ട് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ കാലം അത് പഴയ കാലം. അണ്ണ പക്ഷെ അണ്ണ അന്ന് കച്ചവടം ചെയ്യുമ്പോൾ ഒരു കലയുണ്ടായിരുന്നു. അണ്ണന്റെ റൊട്ടി വരാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ട്, ഞാൻ അറിയാം. ബാക്കിയുള്ള റൊട്ടി ഉണ്ടല്ലോ, ഗട്ടെന്നിരിക്കുമ്പോ അണ്ണന്റെ അണ്ണന്റെ ഒരു മാവിന്റെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അണ്ണന്റെ റൊട്ടി എന്ന് പറഞ്ഞത് അത് അസാധ്യം. ആ റൊട്ടി ഭാർഗവൻ ഇന്ന് എവിടെ നിൽക്കുന്നു? അണ്ണ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് ഞാൻ അവരെ മീറ്റ് ചെയ്യുക. എനിക്ക് ഒരു സന്തോഷത്തിന് 1,00,000 രൂപ വെച്ചോ എന്ന് പറഞ്ഞല്ലോ കാശെടുത്ത് തന്നാ അന്ന് നമ്മളെ ഉള്ള ബന്ധം തീരും. കാശിന് വേണ്ടിയല്ല അണ്ണ നമ്മളുള്ള ബന്ധം. അണ്ണ അത് വേണ്ട, കാശിനാണ് ഞാൻ ഇട്ടിട്ട് പോകും. നിന്നെ എല്ലാം വിശ്വസിച്ച് നിന്റെ എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ 10 പൈസ എനിക്ക് തരരുത്. ആ കണ്ടീഷനാണെങ്കിൽ ഞാൻ ഇറങ്ങുള്ളൂ. എന്റെ സന്തോഷത്തിന് നീ തടയിടരുത്. വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ പടം ഓടിയതിന് ശേഷം മതി എല്ലാം. അതൊക്കെ ഞാൻ തരുമ്പോ നീ അങ്ങ് വാങ്ങിച്ചോളാം. അത് മാത്രമാണ് അണ്ണന്റെ കുഴപ്പം. അണ്ണന്റെ വലിയ മനസ്സ് ഇതാണ് കേട്ടോ. അണ്ണ എന്നെ കരയിച്ച് അടങ്ങുമെന്നാണ് ഒരുപാട് നന്ദിയുണ്ട് അണ്ണ. അണ്ണന്റെ പഴയ ആർട്സ് ക്ലബിന്റെ നാടൻ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാമല്ലോ. മേക്കപ്പ് ഏറ്റുണ്ട് അണ്ണന്റെ ഈ കവിളില്. അതൊക്കെ പഴയ കാലം അല്ലേ അണ്ണ? അണ്ണ ഇവിടെ ജനിക്കേണ്ട ആളല്ല. അണ്ണ റാവൽപിണ്ടിയിൽ ജനിക്കേണ്ട ആളാ. ഇവിടെ വന്നിരുന്ന് റൊട്ടി കച്ചവടം നടത്തിയിട്ട് എനിക്ക് ദൈവത്തിന് ദേഷ്യം വരെയാണിത്. റൊട്ടി കച്ചവടം അല്ലാതെ വേറെ അണ്ണാ അങ്ങനെ വിഷമം. റൊട്ടി പറഞ്ഞ വിഷമം ഇല്ല. അണ്ണാ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റൊട്ടി എന്നൊരു വാക്ക് പറയരുത്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണം എന്തെന്നറിയാം, ആ റൊട്ടിയുടെ ഒരു ടേസ്റ്റ്. സാധാരണ റൊട്ടി ഇങ്ങനെ കടിക്കല്ലേ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. അത് നീ ഉള്ളി എന്ന് പറയുക. അതെ, പക്ഷെ മറ്റുള്ളവന് അവന്മാര് പറയില്ല. ഞാൻ ഈ റൊട്ടി എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ അണ്ണാ എന്നെ നീ ഓർക്കുമല്ലേ? അലിഞ്ഞിറങ്ങിപ്പോയി. അണ്ണന്റെ റൊട്ടിയുടെ ഗുണം അതാണ്. ബാക്കിയുള്ള റൊട്ടി, ഇപ്പോഴത്തെ റൊട്ടികളാ ചവച്ച് ഒരു 7 മിനിറ്റെങ്കിലും എടുക്കണ. അണ്ണന്റെ റൊട്ടി അലിഞ്ഞങ്ങ് ഇറങ്ങുക. എന്തിനാണ് അണ്ണന്റെ പ്രിപ്പറേഷൻ? അണ്ണ മായം ചേർക്കായിരുന്നു അണ്ണ. അല്ലല്ല, പിന്നെ മായം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ മൈദയില്ല അണ്ണന്റെ മറ്റേ അണ്ണ ഇത് റൊട്ടി കച്ചവടം നിർത്താണ്ടായ ഒരു കാരണം ഉണ്ടല്ലോ. മറ്റുള്ളവരെ തേച്ചിട്ട് തേപ്പ് അത് വിളിക്കരുതെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു. തേപ്പ് അണ്ണ എന്തിനാ തേപ്പെന്ന്? അണ്ണ ആരെ അണ്ണ വായിച്ചു? ആ റൊട്ടി കട പൂട്ടിയത് വേറെ അങ്ങനെയുള്ള സ്ഥലമല്ലേ? എനിക്കറിയാം. അളിയന്റെ സ്ഥലം അങ്ങനെ ചെളുവിന് എഴുതിയെടുത്തില്ലേ? കാശ് കൊടുത്തില്ല. അതൊക്കെ കാശ് കൊടുത്ത കാര്യം. ഇതൊക്കെ ഇങ്ങനെ ഒരുത്തം വാങ്ങിക്കഴിഞ്ഞാൽ അവനെ തേച്ചാണ് ഉണ്ടാക്കുന്നത്, അവന് പറ്റിച്ചാണ് ഉണ്ടാക്കണം എന്നാണ് ആളുകൾ പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. പൈസ ഇതൊക്കെ എണ്ണി കൊടുത്തിട്ടുള്ള പരിപാടികളാണ്. അണ്ണന്റെ ഇടപാട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ പലതും അവന്മാരെ തേപ്പെന്ന് വിളിച്ചാൽ നമ്മൾ അവന്മാരെ തെറ്റാപ്പെന്ന് വിളിക്കും. ഇങ്ങനെ നീ ഈ വാക്കുകൾ പറയരുത് ഉറക്കെ. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, തേപ്പെന്ന് വിളിക്കരുത്, റൊട്ടി എന്നും പറയുന്നത്. ഈ ലൊക്കേഷനിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അണ്ണ പടം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് ഇറങ്ങി വന്നത്. എനിക്കറിയാലോ, അവന്മാർക്ക് ബുദ്ധിയുണ്ട്. അവന്മാർ ഈ 2 വാക്ക് പറയില്ല. പിന്നെ ഞാൻ അബദ്ധത്തിന് വല്ലതും പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചൂടാവില്ല. നീ പറയണത് എനിക്ക് മനസ്സിലാവും. നീ എത്രയോ പ്രാവശ്യം നീ പറഞ്ഞല്ലോ. നീ പറയുമ്പോ എന്റെ ചെവി പറ, നീ ആളുകൾ കേൾക്കട്ടെ. എനിക്ക് പറയണം തോന്നി അണ്ണന്റെ ചെവിയിൽ അത് ഇഷ്ടം പോലെ പറഞ്ഞു. പക്ഷെ ഇല്ലവന്റെ നാക്കിന്ന് വന്നാ അതാ ആ നാക്ക് ഞാൻ പിഴുതെടുത്തോളെ. എനിക്കറിയാം. വേറെ കാര്യമുണ്ട്, ഈ പടം എടുക്കുമ്പോഴേ എന്തെങ്കിലും കാരണവശാല് ചെറിയ ലോസ് വല്ലതും നഷ്ടം വന്നാലും അമ്മമാര് ഒന്നും ചെയ്യില്ലല്ലോ. ഇല്ലേ അണ്ണ? നഷ്ടം ചെറിയ നഷ്ടമല്ല. 1 രൂപ നഷ്ടം വന്നാ ഒറ്റ എണ്ണത്തിന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തോന്നി. പിന്നെ അതൊന്നും ഉണ്ടാവില്ല അണ്ണാ. ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് പറഞ്ഞാണ്. ഇപ്പൊ അതൊന്നും ഉണ്ടാവില്ല. നല്ല കഥ എന്നെ നമുക്ക് എടുക്കാം. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം അണ്ണാ. ഇന്ന് തന്നെ ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം 2-3 ഒരു കഥ ഇഷ്ടപ്പെട്ടില്ല, അടുത്ത കഥ പറയും. അടുത്ത കഥ ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ എന്തായിരുന്നാലും എനിക്ക് അഡ്വാൻസ് ഒന്ന് കൊടുക്കണം. കാരണം ഇവനെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഇപ്പം തന്നെ വേറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് നീ കൂടെ ഉണ്ടാവണം. ഞാൻ ഉണ്ട്. അയ്യോ പിന്നെ അണ്ണന് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അതും പറയാം. എന്തെങ്കിലും ഇതിങ്ങനെ നിർദ്ദേശം അണ്ണന് കഴിവുള്ള ആളാണല്ലോ. അവന്മാരെക്കാളും എനിക്ക് ഞാൻ വില കൽപ്പിക്കുന്ന അണ്ണനാണ്. അതറിയാം. അണ്ണന് അതിൻ്റെ ചിന്തയുണ്ട്, അണ്ണന് അതിൻ്റെ മനസ്സുണ്ട്, അണ്ണന് അതിൻ്റെ തെളിച്ചോടുണ്ട്, അണ്ണന് അതിൻ്റേതായിട്ടുള്ള ഭാവനയുണ്ട്, അണ്ണന് അതിൻ്റേതായിട്ടുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് അണ്ണന് അവന്മാർ തേക്കാൻ വന്നാൽ അണ്ണൻ തിരിച്ച് മനസ്സിലായില്ല? അത് മനസ്സിലായി. നമുക്ക് ഇതൊന്നും പ്രശ്നമല്ല. നമുക്ക് പഴയ റൊട്ടി കച്ചവടം ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ അവന്മാരുടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ശരി. എന്താണ് ഈ റൊട്ടി കയറി വരുന്നത്? കഥ കേൾക്കണ്ട.